ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵ ഡൈൻ. അപ്പോൾ ഈ ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റാണ്? ന്യൂട്ടൺ ബലത്തിൻ്റെ SI യൂണിറ്റ്, ഡൈൻ ബലത്തിൻ്റെ CGS യൂണിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. ഏതാണ്? പ്ലൂട്ടോ. ഈ പ്ലൂട്ടോയെ കണ്ടെത്തിയത് ആരാണ്? ക്ലൈഡ് ടോംബോ. ക്ലൈഡ് ടോംബോ. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കിയ സംഘടന ഏതാണ്? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഗ്രഹപദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള കാരണം നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതുകൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതുകൊണ്ടും. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നതുകൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതുകൊണ്ടും. ഓക്കെ അല്ലേ? പ്ലൂട്ടോയുടെ പ്രധാന ഉപഗ്രഹങ്ങളാണിത്: ഷാരൺ, ഹൈഡ്ര, നിക്സ്, കെർബറോസ്, സ്റ്റെക്സ്. ഏതൊക്കെയാണ്? ഷാരൺ, ഹൈഡ്ര, നിക്സ്, കെർബറോസ്, സ്റ്റെക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്ലാർക്ക്-ഗുവോൺ പ്ലാസ്മ. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്-ഗ്ലൂവോൺ പ്ലാസ്മ. എന്നാൽ പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. പിന്നെന്താണ് പ്ലാസ്മയുടെ സവിശേഷതകൾ? ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ, അതായത് 99% പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പിന്നെ എന്താണ്? സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ കൂടിയാണ് പ്ലാസ്മ. ഈ പ്ലാസ്മയിൽ എന്താണ്? തന്മാത്രകൾ കൂടുതലും ക്രമരഹിതമായിട്ടാണ് കാണപ്പെടുന്നത്. ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നു. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ്. ഓക്കെ അല്ലേ? ഇത് കണ്ടുപിടിച്ചത് ആരാണ്? സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. ഇനി അടുത്തത്, പുതുതായി കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥകളുണ്ട്. 3 അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം, റിഡ്ബർഗ് പോളറൻസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ഓക്കെ അല്ലേ? ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏതാണ്? യാന്ത്രിക ബലം. ഇതാണ് മെക്കാനിക്കൽ ഫോഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്? ഊർജം. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ജൂൾ. അപ്പോൾ ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗ്. അപ്പോൾ എന്താ? 1 ജൂൾ ഇസ് ഈക്വൽ ടു 10⁻⁷ എർഗ്. 1 joule is equal to 10⁻⁷ erg.
അടുത്ത ക്വസ്റ്റ്യൻ, ലൈസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ലൈസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. അതേപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകവും ഏതാണ്? ഓക്സിജൻ. ഓക്കെ അല്ലേ? ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റ്ലി. ജോസഫ് പ്രീസ്റ്റ്ലി. എപ്പോഴാണ്? 1774. ഓക്സിജൻ എന്ന പേരു നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയെ. ആരാണ്? ലാവോസിയെ. ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജനേസ് എന്ന വാക്കിൽ നിന്നും ഓക്സിജൻ എന്ന പേരു സ്വീകരിച്ചിട്ടുള്ളത്. ആസിഡ് ഉണ്ടാക്കുന്നത് ഓക്സിജനേസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? പൊട്ടാസ്യം സംയുക്തം ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഏതാണ്? വാഷിംഗ് സോപ്പ് ഏതാണ്? വാഷിംഗ് സോപ്പിൽ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയിലെ ഇന്ധനം. ഭാവിയിലെ ഇന്ധനം ഏതാണ്? ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്താണ്? ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. അതേപോലെ എന്താണ്? ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം. അതേപോലെ എന്താ? ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് 1766. ഹൈഡ്രജൻ എന്ന പേര് നൽകിയതാരാണ്? ലാവോസിയെ. അപ്പോൾ ഓക്സിജൻ എന്ന പേര് നൽകിയതും ലാവോസിയെ. ഹൈഡ്രജൻ എന്ന പേര് നൽകിയതും ലാവോസിയെ. അതേപോലെ എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന വാക്ക്, അതായത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രോജനേസ്. ജലം ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജനേസ് എന്നാണ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. ഇത് ഇവിടെ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. എന്താണ്? സിങ്കിൽ വെച്ചാണ് നമ്മൾ കലം കഴുകുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. സിങ്കിൽ വെച്ച് കലം കഴുകുന്നു. അപ്പോൾ കലാമിൻ്റെ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകളേവ? ഏതാണ്? ഇലക്ട്രോൺ. ഏതാണ്? ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഏതാണ്? DDT. DDT. അതൊരു കീടനാശിനിയാണ് DDT. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? അപ്പോളോ ഹോസ്പിറ്റൽ. ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ H. വൈറ്റമിൻ H ഏതാണ്? ബയോട്ടിൻ. ബയോട്ടിൻ B7. ജീവകം B7. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ഏതാണ്? H ബയോട്ടിനാണ്. അപ്പോൾ G ഏതാണ്? റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ B2. ഏതാണ്? റൈബോഫ്ലാവിൻ B2. എന്നാൽ പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. വൈറ്റമിൻ C. ഏതാണ്? വൈറ്റമിൻ C. പിന്നെ എന്താണ്? ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ C. ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ C. അതേപോലെ രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ C ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പേശികളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? മയോളജി.
പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. എന്താണ്? മയോളജി. അപ്പോൾ കരളിനെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഹെപ്പറ്റോളജി. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. ഓക്കെ. അന്തസ്രാവി ഗ്രന്ഥികളെ പറ്റിയുള്ള പഠനമാണെന്ത്? എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി. ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. അസ്ഥിയെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ഓസ്റ്റിയോളജി. തലച്ചോറിനെ കുറിച്ചുള്ളത് ഫ്രിനോളജി. തലച്ചോറിനെ കുറിച്ചുള്ളത് ഫ്രിനോളജി. തലയോട്ടിയോ? ക്രേനിയോളജി. തലയോട്ടി ക്രേനിയോളജി. ഓക്കെ അല്ലേ? കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം എൻഡോക്രൈനോളജി. ബ്ലഡിനെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. അസ്ഥിയെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. ഓക്കെ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. സെറിബെല്ലത്തിന് നമുക്കൊരു വിശേഷമുണ്ട്, ലിറ്റിൽ ബ്രെയിൻ. സെറിബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ. അതേപോലെ തന്നെ എന്താണ്? ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്നതും ആരാണ്? സെറിബെല്ലമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ. ഇതിലെന്താണ്? ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപ്പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപ്പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിൽ. എവിടെയാണ്? കരളിൽ. ഇനി കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. ഏതാണ്? വൈറ്റമിൻ കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും ഏതാണ്? കരളാണ്. ഓക്കെ. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണിത്, ശ്വാസകോശം. ഓക്കെ. ഇനി അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭാഗം ഏതാണ്? ഇനാമിൽ. ഏതാണ്? ഇനാമിൽ. അടുത്തത്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര എണ്ണമാണ്? 32 എണ്ണം. എത്രയാണ്? 32 എണ്ണം. 32 എണ്ണം. ഏതൊക്കെയാണ്? ഏതൊക്കെ ടൈപ്പാണ്? കോമ്പല്ല്, ഉളിപ്പല്ല്, ചർവണകം, അഗ്രചർവണകം. 4 ടൈപ്പാണുള്ളത്. അടുത്തത്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? 1930. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏതാണ്? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവത്തിന്. ഏതാണ്? പഴശ്ശി വിപ്ലവം. എപ്പോഴാണ് പഴശ്ശി വിപ്ലവം? ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 97 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 805 വരെ. ഓക്കെ അല്ലേ? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? 1797. അടുത്തത്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്ന് വന്ന ബ്രിട്ടീഷ് സൈന്യമാണ്? തലശ്ശേരി. എവിടെയാണ്? തലശ്ശേരി. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന്
അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഈ വൈകുണ്ഠസ്വാമികൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ആരാണ്? സമ്പൂർണ്ണ ദേവൻ. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ഓക്കെ. അതേപോലെ തന്നെ എന്താണ്? സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. എപ്പോഴാണ്? 1836. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? എവിടെയാണ്? വെങ്ങാനൂർ. എവിടെയാണ്? അയ്യങ്കാളിയാണ് എന്ത്? ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അയ്യങ്കാളിയാണ് ആധുനിക ദളിതരുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എന്താണ്? ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആളിക്കത്തിയ തീപ്പൊരി ആരാണ്? ആരാ? അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളി. ഓക്കെ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ഏതാണ്? അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആരാണ്? അക്കാമ്മ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആരാണ്? അക്കാമ്മ ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ്മ ചെറിയാൻ. ആരാണ്? അക്കാമ്മ ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആരാണ്? ആഗമനാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഡിണ്ടിഗൽ, കൊല്ലം. ഡിണ്ടിഗലും കൊല്ലവും. ഡിണ്ടിഗൽ, കൊല്ലം. അതേപോലെ തന്നെ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ്? NH 966B, കുണ്ടന്നൂർ ആൻഡ് വെല്ലിംഗ്ടൺ. കുണ്ടന്നൂർ, വെല്ലിംഗ്ടൺ. കുണ്ടന്നൂരും വെല്ലിംഗ്ടണും. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ദേശീയപാത ഏതാണ്? NH 544. NH 47 എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയാണ് NH 544, അല്ലെങ്കിൽ NH 47 എന്നും പറയും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? ബ്രഹ്മപുരം. എവിടെയാണ്? ബ്രഹ്മപുരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എവിടെയാണ് നടത്തുന്നത്? നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ്, നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? കൈത്തറി. ഏതാണ്? കൈത്തറി. അടുത്ത ക്വസ്റ്റ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഏതാണ്? സൈലന്റ് വാലി. ഏതാണ്? സൈലന്റ് വാലി. ഈ സൈലന്റ് വാലിയിലാണ് എന്ത്? കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്
സൈലന്റ് വാലിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. അതേപോലെ എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും എന്താണ് സൈലന്റ് വാലി. ഏതാണ് സൈലന്റ് വാലി. പിന്നെന്താ സൈലന്റ് വാലിയിലുള്ളത്? കേരളത്തിലെ ഏക കന്യാവനം. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ബഫർ സോണായി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. 1.18%. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. അപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. ഏതാണ്? കാസർഗോഡ്. ഓക്കെ. പിന്നെ എന്താണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ താലൂക്ക്? തെക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. പഞ്ചായത്താണ് നമ്മൾ ചോദിച്ചത്. വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. ഓക്കെ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരം തന്നെയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലവും മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം നെയ്യാറ്റിൻകര. ഏതാണ്? നെയ്യാറ്റിൻകര. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാർ? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാർ? അലോക് റവാത്ത്. അലോക് റവാത്ത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ഗവർണർ. ആരാണ്? ഗവർണർ. നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ആരാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ആരൊക്കെയാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ? ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ. പിന്നെ ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. ഏതാണ്? 359. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 16. അനുച്ഛേദം 16. അടുത്ത ക്വസ്റ്റ്യൻ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.